ഹലോ, ഇത് വാമീൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരെങ്കിലും ഇങ്ങനെ സർപ്രൈസാ പറഞ്ഞുകൊടുക്കുക. ഇന്നലെ ഞങ്ങൾ ഫാൻസിയിൽ പോയപ്പോൾ അവർ ഒരു കുഞ്ഞ് ക്യാമറ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിത്തരാം, സർപ്രൈസായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാഞ്ഞിട്ടിരിക്കുന്ന. പക്ഷേ അവൾക്ക് ഞാൻ വലിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് അവൾ അറിയില്ല. അത് കണ്ടപ്പോൾ തന്നെ അവൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഒരു ക്യാമറയ്ക്കാണ് അവൾ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ കൈ നിറയെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നൊന്നും അവൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. ഒരുപാട് വലിയ വലിയ സാധനങ്ങളൊന്നുമില്ല, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന കുറച്ച് ചെറിയ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് അവൾ പറഞ്ഞ ക്യാമറ. ഇത് തന്നെ അവൾ അവിടെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഇത് ഇവൾ വാങ്ങുമ്പോൾ തന്നെ എനിക്ക് എല്ലാത്തിൻ്റെ ഫോട്ടോ എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നപ്പോൾ പിന്നെ ഞാൻ അതും വാങ്ങി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നേരം വാങ്ങി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സർപ്രൈസായിട്ട് നാളെ തരാമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇല്ലെങ്കിൽ അവൾ അതുപോലും അറിയില്ലേനു. അങ്ങനെ അവൾ അതിൻ്റെ അകത്തുള്ള ഓരോ ഗിഫ്റ്റും ഇങ്ങനെ എടുത്ത് നോക്കുന്നതാണ്. അവൾക്ക് എല്ലാം ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവൾക്ക് മെയിനായിട്ട് ഇത്രയും സാധനം വാങ്ങിയിട്ടും അവൾക്ക് ക്യാമറയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ സ്റ്റിക്കേഴ്സ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ചെറിയ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളത്. ഞാനും അഗേട്ടനും കൂടെ അവൾക്ക് കൊടുത്തൊരു കുട്ടി സർപ്രൈസാണ്. ഇങ്ങനത്തെ സർപ്രൈസ് എല്ലാം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അങ്ങനത്തെ ഓരോ വീഡിയോസ് കാണും. പിന്നെ അതുപോലെ തന്നെ ചിക്കുവിൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് അവൾക്ക് ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്ത സമയത്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കിങ്ങനെ ഗിഫ്റ്റ് ഹാമ്പർ തരണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അങ്ങനത്തെ എല്ലാ ഓർഡറുകളും നമുക്ക് അവർ ചെയ്തു തരും. ഇത് എൻ്റെ നാത്തൂൻ്റെ ചേച്ചിയും കൂടെയാണ്. അപ്പോൾ ഞാൻ മേപ്പൂരാണ് എനിക്ക് തരേണ്ടതും. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അവളൊരു കല്യാണത്തിന് പോകുമ്പോൾ രാവിലെ തന്നെ ഇവിടെ കൊണ്ട് തന്നിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ വാമയും ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ അമ്പലത്തിൽ പോകാൻ നോക്കുന്നതായിരുന്നു. അവൾ സ്വാമിയായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ നമ്മൾ മലയ്ക്കെല്ലാം പോയി വന്നു. അങ്ങനെ പിന്നെ അഗിയേട്ടൻ വീഡിയോ കോൾ ചെയ്തു. പിന്നെ അഗിയേട്ടൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു വടകര. പക്ഷെ അവളോട് വരില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നാളെ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കൊടുത്ത് അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അതിനുശേഷം ഞാനും ചിക്കു അവളും കൂടെ അമ്പലത്തിലെല്ലാം ഒന്ന് പോയി വന്നു. ഈ അമ്പലം ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ പോകുന്നത് പണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഈ അമ്പലത്തിൽ വെച്ചാൽ നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഭരതനാട്യ സിനിമേൻ്റെ ഷൂട്ടിങ്ങും ഒക്കെ ഈ അമ്പലത്തിൽ വെച്ചാൽ നടന്നിട്ടുള്ളത്. ഞാനിതിൻ്റെ ഒരു വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ഇതിൻ്റെ മേലെയൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ കയറുന്നത്. ഇത് കഴിഞ്ഞ് അഗേട്ടൻ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാമ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾ നല്ല ഉറക്കം കണ്ടപ്പോൾ അഗേട്ടൻ അധികം വിളിക്കാൻ തോന്നിയില്ല. അപ്പോൾ അഗേട്ടൻ ഒരു കാർഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു ബർത്ത്ഡേൻ്റെ ഗ്രീറ്റിങ്സ് കാർഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം അവളെടുത്ത് വെച്ച്, ചോക്ലേറ്റിൽ അവളെടുത്ത് വെച്ച് അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ്, അവൾ എഴുന്നേൽക്കുമ്പോൾ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവളെടുത്ത് വെച്ചിട്ട് പോയി. അവൾ എണീറ്റപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അഗേട്ടനെ കണ്ടിട്ട്. കാരണം അഗേട്ടൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അഗേട്ടനെ കണ്ടപ്പോൾ അവൾ ബർത്ത്ഡേൻ്റെ കേക്ക് ഇന്ന് കട്ട് ചെയ്യുന്ന കാര്യമൊന്നും അവൾ അറിയില്ലേനു. അങ്ങനെ അതെല്ലാം അവൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അവൾ ഹാപ്പിയായി. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ചിക്കുവും ഞാനും അഗേട്ടനും എല്ലാം കൂടെ വടകരയ്ക്ക് പോയി. അവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ ആയിരുന്നു ഉള്ളത്. അതുകൊണ്ട് അഗേട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും വന്നിട്ട് കൂട്ടും, അവൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്നത്. ഇത് ചിക്കുവിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു ചേച്ചീൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിയിട്ടുള്ള. നമുക്ക് എഗ്ലെസ് കേക്ക് വേണേനു. അങ്ങനെ നമ്മൾ വടകര എത്തി കേക്കെല്ലാം കട്ട് ചെയ്യാൻ പോകുന്ന എഗ്ലെസ് കേക്കാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം വാമിയും അച്ഛനും അമ്മയും എല്ലാവരും സ്വാമിയായിരുന്നു. അപ്പോൾ എഗ്ലെസ് കേക്ക് വാങ്ങി അതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചീൻ്റെ മക്കളും പിന്നെ നമ്മുടെ പഴയ വീട്ടിൽ റെൻറ്റിന് താമസിക്കുന്ന അവരുടെ മക്കളാണിത്. അപ്പോൾ വാമീൻ്റെ ഭയങ്കര ഫ്രണ്ട്സാണ്, അല്ലി. അങ്ങനെ അവരെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വാമിക്ക് ഇങ്ങനെ
ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഒരു കാര്യം. അവളെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര പ്ലാനിങ്ങോടുകൂടി ഓരോ ബർത്ത്ഡേയും ഒരു 3rd ബർത്ത്ഡേ തൊട്ട് അങ്ങോട്ടേക്ക് അവൾക്ക് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. 1st 2nd സമയത്തൊന്നും അവർക്ക് അങ്ങനെ ബർത്ത്ഡേ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് നടത്തുമെന്നല്ലാണ്ട് 3rd ബർത്ത്ഡേ തൊട്ട് അവളെ ഇഷ്ടത്തിന് ബർത്ത്ഡേ നടത്തിയിട്ടുള്ളത്. കാരണം നമുക്കും അതൊരു ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളച്ഛനും അമ്മയും ആയ ഒരു ദിവസമല്ലേ. അപ്പോൾ നമുക്കും അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അവൾ പറയുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കു അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് കുറേ ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതും അവളുടെ ഫോട്ടോ എല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടുള്ള അതൊക്കെ കൊണ്ട് അതെല്ലാം അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം മാറ്റി നമ്മളും ഒരു കേക്കെല്ലാം അവളെ കൂടെ നിന്ന് കട്ട് ചെയ്തു. ആദ്യം കുട്ടികളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു, പിന്നെ നമ്മളും കട്ട് ചെയ്തു. പിന്നെ എല്ലാവരും അച്ഛനും അമ്മയും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ വാമിക്കെല്ലാം കൊടുത്ത് എന്നുവെച്ചാൽ അവളൊരു അത്രയും നല്ലൊരു ഹാപ്പി മൊമെൻ്റ് അല്ലേ. അവൾ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. അവൾ സ്വാമി ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മളിവിടെ എടുത്തത് ഗ്രാൻഡ് ഹൗസ് സെനാരിയോയിൽ വെച്ചിട്ടാണ്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അവളെ കറക്റ്റ് സൈസിനല്ലായിരുന്നു കിട്ടിയിട്ടുള്ളത്. അവരപ്പം തന്നെ അവിടെ നിന്ന് നമുക്ക് ഇത് ആൾട്ടർ ചെയ്തിട്ടെല്ലാം തരും. അതുകൊണ്ട് നല്ലൊരു ബ്ലാക്ക് ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലൊരു ബ്ലാക്കാണ് ഞാൻ അവൾക്ക് എടുത്തിട്ടുള്ളത്. കാരണം ബ്ലാക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവൾ സ്വാമി ആയതുകൊണ്ട് പിന്നെ ഓരോ ബർത്ത്ഡേ നമുക്കൊരു മെമ്മറി അല്ലേ. അപ്പോൾ ഈ ബർത്ത്ഡേ അവൾ സ്വാമി ആയതുകൊണ്ട് ഈ ഒരു ലുക്കിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ വേറെ മാലകളും അങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കുഞ്ഞൊരു ഹെയർ ബാൻഡും പിന്നെ ഒരു വളയും മാത്രമേ അവൾക്ക് വാങ്ങിയിട്ടുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കിലധികം ഡെക്കറേഷൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതവിടെ ഓൾറെഡി ഉള്ള ഡെക്കറേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് കേക്കും പിന്നെ അച്ഛൻ ചോക്ലേറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റെല്ലാം അതിൻ്റെ അടുത്ത് വെച്ച് ചെറിയ രീതിയിൽ കഴിച്ചു. നമുക്ക് പിന്നെ അധികം ആരെയും ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. അവളെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവളെ ഫ്രണ്ട്സിനെല്ലാം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അവർ സ്വാമി ആയതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതായിരുന്നു ചിക്കുവാമ്മ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്. ഫോട്ടോ എല്ലാം വെച്ചിട്ടുള്ളതായതുകൊണ്ട് അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫിഷ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഗേട്ടൻ്റെ ചേച്ചി വരുമ്പോൾ അവൾക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലപ്പോൾ അച്ചാച്ചനാണ് ഇപ്പം അവൾക്ക് ബാഗെല്ലാം വാങ്ങിക്കൊടുക്കൽ. അച്ചാച്ചനോട് അത് ആദ്യമേ ഏൽപ്പിച്ച് വെക്കും ബാഗിന്. പിന്നെ നമ്മൾ പുറത്തെല്ലാം പോയി ഫുഡെല്ലാം കഴിച്ച് പിന്നെ എല്ലാവരും വെജായതുകൊണ്ട് അങ്ങനെ വെജെല്ലാം കഴിച്ച് നമ്മൾ രാത്രി ഇതാണ് അവളെ ഫേവറേറ്റ് ആയിട്ട് കിട്ടിയ അവൾക്ക് സാധനം, ക്യാമറ. ഇത് ജസ്റ്റ് പിന്നെ ചുമരിൻ്റെ മേലെ ഇങ്ങനെ ഇതാക്കി വരുന്നത്. കുട്ടി ഇതിന് അത്രയും ചെറിയ പൈസയേ ഉള്ളൂ, ഒരു 50-70 അങ്ങനെ ഉള്ളൂ. പക്ഷേ അവൾക്ക്